ഹലോ, ഞങ്ങൾ ഒരു സാംസങ്ങിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 8 കിലോത്തിൻ്റെ വാഷിംഗ് മെഷീനാണത്. പിന്നെ 5 സ്റ്റാറാണ് വരുന്നത്. പിന്നെ ഇപ്പുറത്ത് എന്തൊക്കെയോ ഒരു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വൈഫൈയുടെ നോക്കാൻ പോയി. വൈഫൈ ആണെങ്കിൽ ജിയോൻ്റെ മോഡം വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എടുക്കാൻ ഞാൻ. ഇത് സാംസങ് തന്നെ. പിന്നെ അതാണെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും കൺട്രോൾ ചെയ്യാം. ഇത് പവർ ബട്ടണും പോസ് ബട്ടണും പിന്നെ ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പയ്യെ വഴിയെ പറഞ്ഞു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്, നല്ല രസമുള്ള ഒരു ഉള്ളാണ്. പിന്നെ ഡയമണ്ട് ഷേപ്പാണ് ഇതിൻ്റെ സ്റ്റീല് വരുന്നത്. പിന്നെ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പൗഡർ ഇടാനും ഇപ്പുറത്ത് ലിക്വിഡ് ഒഴിക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ നല്ല രസമാണ്. പിന്നെ ഒരു പൗഡർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൗഡറിന് 200 ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ സ്റ്റീലിൻ്റെ ഹോൾസിന് അധികം ഈ ഹോളൊക്കെ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പൗഡറാണത്. ഇത് നമുക്ക് കടയിലൊക്കെ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. 200 രൂപയ്ക്ക് വന്നത്, അത്രയൊക്കെ വരും. അപ്പം ഞങ്ങൾ 200 രൂപ വാങ്ങിച്ചത്. സാംസങ്ങിൻ്റെ ആൾ തന്നെ ഞങ്ങൾക്ക് തന്നതാണിത്. അപ്പോൾ ഇത് എയറിൻ്റെ ഡോറാണ്. പയ്യെ നല്ല രസമായിട്ട് ഇങ്ങനെ അടയത്തുള്ളൂ. ഞാനിപ്പോൾ കറണ്ടിലിട്ടേക്കുന്നത് കൊണ്ടാണ് ഞാൻ അടയുമ്പോൾ നല്ല അടിപൊളി ശബ്ദമുണ്ട്. ഞാൻ കേൾപ്പിച്ചത് കുറച്ച് കഴിയുമ്പോൾ അത് ഓണാക്കിയുള്ളൂ. ഓണാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. ഓണാക്കി പിന്നെ ഇതിനകത്ത് കുറച്ച് ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഇത് ഒരു ഇതിൻ്റെ അകത്ത് 1 തൊട്ട് 8 വരെ ഉണ്ടാകും ഈ സംഭവം. അപ്പോൾ നമുക്ക് ഏത് രീതിക്കൊക്കെ അലക്കാമെന്നുള്ള സംഭവങ്ങളായത്. നോർമലി, ക്വിക്ക് വാഷ്, പിന്നെ എന്ന് പറയുമ്പോൾ ഇത് ഡെലിക്കേറ്റ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് 4-മത്തേത് 2 ബട്ടൺ വെച്ച് പ്രസ് ചെയ്തിട്ട് മാറ്റണം. ഇപ്പോൾ ഡെലിക്കേറ്റ് കഴിഞ്ഞ് പിന്നെ തുണി മറ്റേ ബെഡ്ഷീറ്റൊക്കെ ഇടുന്ന സംഭവം വരുന്നുണ്ട്. പിന്നെ ജീൻസിൻ്റെയും പിന്നെ അടുത്തത് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി സേവ് കിട്ടാനായിട്ട് അധികം കറണ്ട് വലിക്കത്തില്ല. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായില്ല. റേസ് സ്പിന്ന് എന്താണെന്ന് മനസ്സിലായില്ല. അത് പിന്നെ എക്കോ ട്യൂബ് ക്ലീൻ, അത് പിന്നെ ഇതൊക്കെ ഇത് 8-മത്തെ സംഭവമാണ്. അപ്പോൾ 3 ഹവറാണ് പിടിക്കണേന്നാണ് പറയണത്. 3 മണിക്കൂർ പിടിച്ച് ഇത് ഓഫ് ചെയ്തിട്ട് ഓണാക്കിയാൽ അടുത്ത ഇതിലേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ചെയ്ത് കാണിക്കണത്. അപ്പം ഇത് ടൈം നമുക്ക് ജോലിക്കൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് പോകാം എവിടെയെങ്കിലും, സുഖമാണ്. പിന്നെ വാട്ടർ ലെവൽ വന്നിട്ടുണ്ട്. പിന്നെ ഫങ്ഷൻസ് വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണെങ്കിൽ വാഷും വരുന്നുണ്ട്, അലക്കാനും പിന്നെ ഊരാനും ഉണങ്ങാനും, അതാണ് സംഭവം. പിന്നെ അതൊക്കെ നമുക്ക് ഓരോന്ന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഇടാം. നമുക്ക് മാറ്റി ഇടാൻ പറ്റുന്നതാണ്. പിന്നെ സാംസങ്ങിൻ്റെ ആളെന്ന് പറയുമ്പോൾ നല്ല ക്ലിയറായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു, നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഇതിൻ്റെ നല്ല ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു. പക്ഷെ ഞങ്ങൾക്ക് 2-3 കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് ഈ ലോക്കാണ്, ഓരോ പിള്ളേരൊക്കെ തൊടാതിരിക്കാനൊക്കെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പുറത്താണെങ്കിൽ നമുക്ക് വല്ല ഇളക്കലും തട്ടലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാം. 2 സ്വിച്ച് തന്നെ അമർത്തി പിടിച്ചാൽ മതി. അപ്പോൾ സൗണ്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഇതിൻ്റെ അടിയിൽ എന്താണ്ട് ഇത് നെക്കി പിടിക്കുമ്പോൾ എന്താണ്ട് ഒരു ഇതായി മാറും. ഞാൻ മറന്നു അത് സംഭവം. പിന്നെ ഇത്രയൊക്കെയുള്ളൂ. ഇത് നല്ല രസമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ആദ്യമൊക്കെ. പിന്നെ ഇതാണ് വാഷിംഗ് മെഷീൻ. പിന്നെ ഫുള്ളായിട്ട് പിന്നെ ബാക്കെന്ന് പറയുമ്പോൾ ഒരു പൈപ്പ് വരുന്നുണ്ട്. ഈ പൈപ്പ് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ പായലും മൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ കളയാം. പിന്നെ ഇവിടെ ഞങ്ങൾ ഓസിട്ടൊക്കെ ടീ കൂടി തുളച്ച് ഇന്നലെ മിനിഞ്ഞാന്നിട്ട് ഇട്ടേ ഉള്ളൂ ഓസ്. രണ്ടും എയർ ഡോർ ആയതുകൊണ്ട് നല്ല പ്രഷർ വരുന്ന 2 സൈഡിലും ഉണ്ട്. നല്ല പ്രഷറിൽ
പയ്യെ ഇരിക്കാനായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു പെട്ടി വരുന്നുണ്ട്, അത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അടഞ്ഞുകൂടാനുള്ള സംഭവമാണ് ഇത്. ഞാനത് ആകെ ഉപയോഗിച്ചേക്കുന്നത് 2-3 പ്രാവശ്യം മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്, അലക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പൊടികളൊക്കെ ഇരിപ്പുണ്ട്, 2-3 കുറച്ച് പൊടിയൊക്കെ ഇരിപ്പുണ്ട് അതിനകത്ത്. അങ്ങനെ നല്ല ഒരു പെട്ടിയാണ്. മറ്റേതാണെങ്കിൽ സെമിയിലൊക്കെയാണ്, സെമിയായിരുന്നു ഞങ്ങൾക്ക് നേരത്തെ. അപ്പോൾ അതിനകത്തൊക്കെയാണ് ഈ തുണിയൊക്കെ പെട്ടെന്ന് കീറി പറഞ്ഞു പോയി. അത് നമുക്ക് എപ്പോഴും ഉണ്ടാകണതാണ്. ഇത് കറക്കുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ട് എന്നാലും. പക്ഷേ കറങ്ങുമ്പോൾ അത് നമ്മൾ ഓണാക്കി കറങ്ങുമ്പോൾ അത് തനിയെ കറക്കുമ്പോൾ അത് നല്ല സ്പീഡായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പയ്യെ അടഞ്ഞിട്ട് ഇതിൻ്റെ സൗണ്ട് ഉണ്ടാവും. എന്താ നല്ല രസമാണ് ഇതിൻ്റെ സൗണ്ടൊക്കെ കണ്ട. നല്ല അടിപൊളിയായിട്ട് പയ്യെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു മെഷീൻ ഓണാക്കിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 8 കിലോത്തിൻ്റെ. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ വാഷ് ചെയ്യണ നേരത്ത് നമ്മൾ കൈയിടാനൊക്കെ ആണെങ്കിൽ പിന്നെ തുറന്നാൽ അത് അലാറം അടിക്കും, പിന്നെ അടച്ചാൽ അത് അലാറം ഓഫ് ആവുള്ളൂ. ഞാൻ ഓഫ് ചെയ്യണതാണ്, സ്വിച്ച് പവർ ഓഫ് ചെയ്യണതാണ്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും അങ്ങോട്ട് ഗ്രൂപ്പിൽ അങ്ങോട്ട് ഷെയറൊക്കെ അടിച്ചു, കുഴപ്പമില്ല, നല്ല രസമായിക്കോട്ടെ, വെറുതെ അങ്ങോട്ട് ഇരിക്കട്ടെ അങ്ങോട്ട്. അപ്പോൾ ശരിയെന്ന്, ബൈ.